CSEB റാങ്ക് ഹോൾഡറിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കോർപ്പറേഷനിൽ ആവർത്തിച്ച് ചോദിച്ച 25 ചോദ്യങ്ങളാണ്. ഈ ക്ലാസ് മുഴുവനായി കേട്ടാൽ ജൂനിയർ ക്ലർക്ക് എക്സാമിന് 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എങ്കിൽ ചോദ്യങ്ങൾ ഇതാ. ഒന്നാമത്തെ ചോദ്യം, എക്സ്പാൻഡ് ദി വേർഡ് MICR. ഉത്തരം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. എക്സ്പാൻഡ് ദി വേർഡ് MICR. ഉത്തരം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. രണ്ടാമത്തെ ചോദ്യം, സെക്ഷൻ 62 എന്താണ്? ഉത്തരം ഗ്രാറ്റുവിറ്റി. സെക്ഷൻ 62 ഉത്തരം ഗ്രാറ്റുവിറ്റി. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദി ഫാദർ ഓഫ് കോർപ്പറേഷൻ. ഉത്തരം റോബർട്ട് ഓവൻ. ഡാഷ് ഈസ് ദി ഫാദർ ഓഫ് കോർപ്പറേഷൻ. ഉത്തരം റോബർട്ട് ഓവൻ. നാലാമത്തെ ചോദ്യം, ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ ഡാഷ്. ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ. ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അഞ്ചാമത്തെ ചോദ്യം, KYC സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ഉത്തരം നോ യുവർ കസ്റ്റമർ. KYC സ്റ്റാൻഡ്സ് ഫോർ നോ യുവർ കസ്റ്റമർ. ആറാമത്തെ ചോദ്യം, ഇൻ പാസ്ബുക്ക് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഈസ് ഷോൺ ആസ് ഡാഷ് ബാലൻസ്. ഉത്തരം ഡെബിറ്റ് ബാലൻസ്. ഇൻ പാസ്ബുക്ക് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഈസ് ഷോൺ ആസ് ഡെബിറ്റ് ബാലൻസ്. ഏഴാമത്തെ ചോദ്യം, കോറം ഫോർ മാനേജിംഗ് കമ്മിറ്റി ഈസ് സെക്ഷൻ. ഉത്തരം 28 സബ്സെക്ഷൻ 5. കോറം ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഈസ് സെക്ഷൻ 28 സബ്സെക്ഷൻ 5. എട്ടാമത്തെ ചോദ്യം, റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വാസ് എനാക്റ്റഡ് ഇൻ ദി ഇയർ. ഉത്തരം 1844. റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വാസ് എനാക്റ്റഡ് ഇൻ ദി ഇയർ 1844. അടുത്തതായി ഒമ്പതാമത്തെ ചോദ്യം, NCCT വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഉത്തരം 1976. NCCT വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1976. പത്താമത്തെ ചോദ്യം, the asset which is not subject to depreciation is. ഉത്തരം land. The asset which is not subject to depreciation is land. 11ാമത്തെ ചോദ്യം, dash is the first cooperative societies act in India. ഉത്തരം 1904. Dash is the first cooperative societies act in India 1904. 12ാമത്തെ ചോദ്യം, which rule mentioned about annual general body meeting. ഉത്തരം rule 8A. rule 8A mentioned about annual general body meeting. അടുത്തത് 13ാമത്തെ ചോദ്യം, മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് was enacted in the year. ഉത്തരം 1942. Multi-Unit Cooperative Societies Act was enacted in the year 1942. 14ാമത്തെ ചോദ്യം, RBI was started in the year. ഉത്തരം 1935. RBI was started in the year 1935. 15ാമത്തെ ചോദ്യം, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡാഷ്. ഉത്തരം ബാലൻസ് ഷീറ്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബാലൻസ് ഷീറ്റ്. അടുത്തത് 16ാമത്തെ ചോദ്യം, ദി ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫോംഡ് ഇൻ ദി ഇയർ 1895. ദി ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫോംഡ് ഇൻ ദി ഇയർ 1895. 17ാമത്തെ ചോദ്യം, ഡിഫറൻസ്
in the trial balance temporarily transferred to dash account. Difference in the trial balance temporarily transferred to dash account. ഉത്തരം സസ്പെൻസ് അക്കൗണ്ട്. 18ാമത്തെ ചോദ്യം. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്? ഉത്തരം റൂൾ 63. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്? ഉത്തരം റൂൾ 63. 19ാമത്തെ ചോദ്യം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1949. 20ാമത്തെ ചോദ്യം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് comes as a scheduled bank in the year 1st July 1966. KSEB comes as a scheduled bank in 1st July 1966. അടുത്തതായി 21ാമത്തെ ചോദ്യം. നബാർഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഫ്രം? ഉത്തരം 1982. നബാർഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഫ്രം 1982. 22ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ്? ഉത്തരം 1969. ഇൻ വിച്ച് ഇയർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ്? 1969 ആണ് ഉത്തരം. 23ാമത്തെ ചോദ്യം. റൂൾ 15AA ഓഫ് KCS ആക്ട് മെൻഷൻഡ് അബൌട്ട്? ഉത്തരം ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. റൂൾ 15AA ഓഫ് KCS ആക്ട് മെൻഷൻഡ് അബൌട്ട് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. 24ാമത്തെ ചോദ്യം. ദി കൺട്രി ഇൻ വിച്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഫസ്റ്റ് ഒറിജിനേറ്റഡ്? ഉത്തരം ഇംഗ്ലണ്ട്. ദി കൺട്രി ഇൻ വിച്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഫസ്റ്റ് ഒറിജിനേറ്റഡ്. ഉത്തരം ഇംഗ്ലണ്ട്. 25ാമത്തെ ചോദ്യം. 14 ബാങ്ക്സ് were nationalized in the year? ഉത്തരം 1969. 14 banks are nationalized in the year 1969. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ എല്ലാവരെയും കാണുന്നവരെയും ഏവർക്കും നന്ദി.